ഹലോ, ഓണമൊക്കെ ഇങ്ങ് അടുത്തെത്തിയല്ലേ. അപ്പോൾ നമ്മുടെ സദ്യയുടെ പ്രധാനിയായിട്ടുള്ള സാമ്പാറിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. അത് അടിപൊളി ടേസ്റ്റിൽ ഞാൻ ഇന്ന് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിലൊരു വെറൈറ്റി ഐറ്റം കൂട്ടിയിട്ടുണ്ട് കേട്ടോ. അതിന് വേണ്ടി ഞാനിതാ 1.5 പിടി തോരപ്പരിപ്പാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അത് നമുക്ക് നന്നായിട്ട് കഴുകിയിട്ട് ഒരു കുക്കറിലിട്ട് കൊടുക്കാം. ഇനി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നന്നായിട്ട് വിസിലിട്ട് അടുപ്പിക്കണം കേട്ടോ. ആ സമയം നമുക്ക് കഷ്ണങ്ങളൊക്കെ എടുത്ത് വെക്കാം. അതിന് വേണ്ടി ഞാൻ 2 തക്കാളി എടുത്തിട്ടുണ്ട്, വെണ്ടയ്ക്ക ആവശ്യത്തിന് എടുത്തിട്ടുണ്ട്, പിന്നെ 2 പച്ചമുളകും, മുരിങ്ങക്കായി 1 എടുത്തിട്ടുണ്ട്, ഒരു ക്യാരറ്റും, പിന്നെ ഉള്ളി എടുത്തിട്ടുണ്ട്, പിന്നെ കറിവേപ്പിലയുണ്ട്, പിന്നെ നമ്മുടെ മത്തൻ, അതാണ് ഞാൻ സ്പെഷ്യൽ ഐറ്റം പറഞ്ഞേക്കുന്നത്. ആ ഒരു മത്തൻ കൂടെ ചേർക്കുമ്പോൾ നല്ല കൊഴുപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സദ്യക്കൊക്കെ നല്ല ടേസ്റ്റിൽ കുറച്ചൊരു മധുരവും അതുപോലെ തന്നെ നല്ല കൊഴുത്ത കൺസിസ്റ്റൻസിയിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ട്രൈ ആക്കി നോക്കണേ. അപ്പോൾ പരിപ്പ് വെന്തിട്ടുണ്ട് ഏകദേശം. ഞാനതിലേക്ക് കഷ്ണങ്ങളൊക്കെ അരിഞ്ഞ് വെച്ച കഷ്ണങ്ങളൊക്കെ ചേർത്ത് കൊടുക്കുകയാണ്. വെണ്ടയ്ക്കയും തക്കാളിയും മാറ്റി നിർത്തി ബാക്കി എല്ലാ കഷ്ണങ്ങളും ചേർത്ത് അതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നന്നായിട്ട് മുങ്ങാൻ പാകത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു വിസിലടുപ്പിക്കുക. ഒത്തിരി വിസിലടുപ്പിച്ചാൽ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് കുഴഞ്ഞു പോകും. അപ്പോൾ ഒറ്റ വിസിലടുപ്പിച്ചപ്പോൾ തന്നെ മത്തനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു. പുക കാരണം ഒന്നും കാണാൻ പറ്റുന്നില്ല അല്ലേ. ഇതാ ഞാനിത് കുറച്ചടുത്ത് ക്ലോസ് ആയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ കഷ്ണങ്ങളൊക്കെ മുരിങ്ങക്കായൊക്കെ അധികം വെന്ത് തുടങ്ങിയിട്ടില്ല. ബാക്കി മത്തൻ കുറച്ച് വെന്തിട്ടുണ്ട്. ഒരു വിസിൽ അടുപ്പിക്കണം കേട്ടോ. ഇനി ഞാൻ പുളിവെള്ളം കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഒരു നാരങ്ങ വലുപ്പത്തിൽ നമ്മൾ പുളി പൊതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടെ പിഴിഞ്ഞൊഴിച്ചതിന് ശേഷമാണ് നമ്മൾ വെണ്ടയ്ക്കയും തക്കാളിയും ഇട്ട് കൊടുക്കുന്നത്. അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ വെണ്ടയ്ക്കയും തക്കാളിയൊക്കെ നന്നായിട്ട് കുഴഞ്ഞു പോകാൻ. വെണ്ടക്ക ഭയങ്കര കുഴഞ്ഞു കഴിഞ്ഞാൽ ഒരു പശപശപ്പാണ്. അപ്പോൾ അതൊരു ടേസ്റ്റ് ഉണ്ടാകത്തില്ല. അപ്പോൾ തക്കാളിക്ക് കുഴപ്പമില്ല, തക്കാളി നന്നായിട്ട് വെന്ത് ഉടഞ്ഞാലും പ്രശ്നമില്ല. അപ്പോൾ ഇനി നന്നായിട്ട് തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. അതിൻ്റെ ഇടയിൽ ഉപ്പൊക്കെ നോക്കണം. അപ്പോൾ നമ്മൾ കഷ്ണങ്ങളൊക്കെ വേവിക്കാൻ വെക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് തേങ്ങ ചിരണ്ടിയിട്ട് വറുത്ത് വെക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു അരമുറി തേങ്ങ വറുത്തെടുക്കുകയാണ്. ലേശം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് നല്ലൊരു ഫ്രൈ പാനിൽ നന്നായിട്ട് വഴറ്റിയെടുക്കുക. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് ഉലുവ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്, പിന്നെ കറിവേപ്പിലയും കൂടെ ചേർത്ത്, പിന്നെ ഞാൻ കുറച്ച് കായത്തിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് കഷ്ണങ്ങളിലും ഇട്ട് കൊടുക്കാം. കഷ്ണങ്ങൾ വേവിക്കുന്ന സമയത്തും കായ ഇട്ട് കൊടുക്കാം. ഇനി ഈ തേങ്ങ ഒന്ന് ബ്രൗൺ ഷെയ്ഡ് ആയതിന് ശേഷം നമുക്ക് 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ മാത്രമേ നല്ലൊരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. സാമ്പാറിൻ്റെ ഒരു രുചിയും മണമൊക്കെ വരണമെങ്കിൽ നന്നായിട്ട് ചിരകി വെച്ചത് നന്നായിട്ട് മിക്സിയിൽ അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നന്നായിട്ട് അരച്ചതിന് ശേഷം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. തക്കാളിയും വെണ്ടയ്ക്കയും വെന്തിട്ടുണ്ട്. അപ്പോൾ വെണ്ടയ്ക്ക ഒത്തിരി ഉടഞ്ഞു പോകണ്ട. നമുക്കതിന് മുന്നേ അരപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി നോക്കാം. അപ്പോൾ കുറച്ചും കൂടെ കുറുകാനുണ്ട്. അപ്പോൾ ഒത്തിരി വെള്ളം ലൂസായ കൺസിസ്റ്റൻസി ഇഷ്ടമുള്ളവർക്ക് ഈ സമയത്ത് വാങ്ങി വെക്കാം. ഒന്ന് തിളച്ചതിന് ശേഷം വാങ്ങി വെക്കാം. പക്ഷേ ഞാൻ കുറച്ചുകൂടെ കുറുക്കാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അതിലേക്ക് താളിക്കാൻ ആവശ്യമുള്ള സാധനങ്ങളാണ് കാണിക്കാൻ പോകുന്നത്. ഒരു കരണ്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് 1 സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം, ലേശം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനിയാണ് അതിലേക്ക് ഞാൻ സാമ്പാർ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. കടുകൊന്ന് പൊട്ടിയതിന് ശേഷം 1 സ്പൂണ് നിറച്ചും അതിലേക്ക് സാമ്പാർ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഈ സമയത്ത് നിങ്ങൾ ഫ്ലെയിം ഓഫ് ചെയ്യണേ. ഓൾറെഡി നന്നായിട്ട് കരണ്ടി ചൂടായിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ചൂടാവുകയേ വേണ്ടൂ. ഇനി അതിലേക്ക് തന്നെ ഞാൻ ഈ കറിയിലോട്ട് ഇതൊക്കെ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നല്ല ടേസ്റ്റുള്ള നല്ല അടിപൊളിയായിട്ടുള്ള, കുറച്ച് തണുക്കുമ്പോൾ തന്നെ ഇതൊന്ന് നല്ലതായിട്ട് കുറുകി വന്നിട്ടുണ്ട്. അടിപൊളി പെർഫെക്റ്റ് ആയിട്ടുള്ള സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. അപ്പോൾ ഇതുപോലെ സാമ്പാർ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ബിഗിനേഴ്സിനായാലും ഇതേ രീതിയിലുള്ള സാമ്പാർ ഉണ്ടാക്കിയാൽ അടിപൊളിയായിട്ട് കിട്ടുന്നതായിരിക്കും. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ചിൽഡ്രൻ, ബൈ ബൈ.